രേവ ചേച്ചിയെ കണ്ടപ്പോ എനിക്ക് എന്തൊരു സന്തോഷമായിന്നറിയോ സർ. അവരുടെ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞ എന്ത് രസാണെന്നറിയോ, എന്തൊരു സ്നേഹമാണെന്നറിയോ രണ്ടുപേരും തമ്മില്. സത്യം പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാര് കണ്ടു ശീലിക്കേണ്ട രണ്ടുപേരാ രേവ ചേച്ചിയും ഭർത്താവും. ഓക്കെ, നാട്ടിൽ ഇത് രണ്ടുപേരും വന്നു, താൻ നല്ല ഹാപ്പിയായി. പക്ഷേ ഇവിടെ വേറെ വല്ലതും നടന്നോ? എന്ത്? അല്ല, എന്റെ അമ്മയും സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അന്നവരോട് അവര് മാന്യമായിട്ട് പെരുമാറിയോ? വന്നവരുടെ മുമ്പിൽ വെച്ച് അവര് തന്നോട് മര്യാദ കാണിച്ചോ? അതാ എനിക്കറിയേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സർ. അത് ചുമ്മാ, അവരെനിക്ക് നന്നായിട്ട് അറിയാം. താൻ എന്നോട് പറയാത്തോണ്ടല്ലേ? ഒരു പ്രശ്നം ഉണ്ടായില്ല, ഞാൻ പറഞ്ഞ സത്യ. പിന്നെ സർ, രവി ചേച്ചിയുടെ വീട്ടില് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അവരുടെ വീട്ടിലെ ടെറസില് ഒരു ഉഗ്രൻ തോട്ടമുണ്ട്. അവിടെ എന്തൊക്കെയുണ്ടെന്നറിയോ? പച്ചക്കറികളും പൂച്ചെടികളും ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട മരുന്ന് ചെടികളും. ടെറസിലേക്ക് കയറി ചെന്ന ഒരു കാടിനകത്ത് കയറി ചെന്ന മാതിരിയാ. ഈ ടെറസിൽ നിൽക്കുന്ന മുരിങ്ങയൊക്കെ ഇല്ലേ, അതിലെ കിളികളും കിളിക്കോടും എല്ലാം ഉണ്ട്. രവി ചേച്ചി അവരെ നോക്കുന്നതേ സ്വന്തം മക്കളെ നോക്കുന്ന പോലെയാ. ഓരോ മരങ്ങൾക്കും ഓരോ പേരാ. രേവ ചേച്ചി പറയുന്നതേ ആ പേര് ചൊല്ലി വിളിച്ച് അടുത്ത് ചെന്നിരുന്ന് സ്നേഹിച്ച അവറ്റകളൊക്കെ നിറയെ കായും പൂവും തരുന്ന. അപ്പൊ തന്റെ കൂട്ടുകാരി തന്നെ തെങ്ങിൻ തോപ്പിലെ തെങ്ങിൻ തൈകൾക്കൊക്കെ പേരെടുക്കുന്നത് തന്റെ പരിപാടി തന്നെയാണല്ലോ. കൊറേയൊക്കെ ഞാൻ രേവ ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോവും. രേവ ചേച്ചി ആ ചെടികളെയൊക്കെ താലോലിക്കുന്നതും അവരോട് സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ എനിക്ക് നല്ല ഇഷ്ടാ. എടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രേവതി ചേച്ചിയുടെ ടെറസിലെ തോട്ടം പോലെ ഇവിടെ ഒരെണ്ണം വെച്ചു പിടിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? അല്ല, ആഗ്രഹമുണ്ടോ? ഉണ്ട് സർ, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആര് സമ്മതിക്കാനാ? ഞാൻ സമ്മതിക്കും. തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നാളെ രാവിലെ തനിക്ക് ഇഷ്ടമുള്ള പച്ചക്കറി തൈകളും ചെടികളും ഒക്കെ നമ്മൾ വാങ്ങുന്നു, നേരെ നമ്മളെ ടെറസിൽ കയറുന്നു, പണി തുടങ്ങുന്നു. സത്യമായിട്ടും? അതേടോ, കൃഷിയെക്കുറിച്ച് ഇത്രയും വാചാലമായിട്ട് സംസാരിക്കുന്ന, ഇത്രയും നന്നായിട്ട് കൃഷിയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് ഇത്രയെങ്കിലും ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കുന്നതിനാ? നമ്മൾ അതങ്ങോട്ട് ഫിക്സ് ചെയ്തു. നമ്മൾ നമ്മുടെ ടെറസിൽ ഒരു തോട്ടം ഉണ്ടാക്കുന്നു. രാവിലെ റെഡി ആയിക്കൊള്ളണം, നമുക്ക് പോണം കേട്ടോ. അല്ല, താനെന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ല സർ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം സാർ എന്നോട് ചോദിച്ച ഏറ്റവും നല്ല ചോദ്യമായത്. സാർ എനിക്ക് ചെയ്തു തരാൻ പോകുന്ന ഏറ്റവും നല്ല കാര്യവും. ആണോ? അപ്പൊ ഫിക്സ്. എന്റെ ഭാര്യയ്ക്ക് അവളുടെ ഏറ്റവും നല്ലൊരു ആഗ്രഹം ഈ ഭർത്താവ് സാധിച്ചു തരും. ഓക്കെ? ഓക്കെ. എന്താ സാർ ഇങ്ങനെ നോക്കുന്നേ? തന്റെ മുഖത്ത് ഇപ്പോ ഒരു നല്ല വെളിച്ചമുണ്ട്. പിന്നെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇപ്പോ ഒരു ബൾബൊക്കെ കത്തിച്ച പോലൊരു പ്രകാശം. ഇന്നലെ സോഷ്യൽ മീഡിയയിലോ മറ്റോ എന്തെങ്കിലും കണ്ടു കാണുമല്ലേ? എന്ത്? അല്ല, ഈ ചില ആളുകളോ മറ്റോ വന്ന് പറയില്ലേ, ഭാര്യമാരെ ഇടയ്ക്കിടയ്ക്കൊന്ന് പുകഴ്ത്തണം, അപ്പോ അവരുടെ മനസ്സ് അത് കേട്ട് സന്തോഷിക്കും എന്നൊക്കെ. അത് കേട്ടിട്ട് തട്ടിവിടുന്നല്ലേ? തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഞാനിതൊന്നും നോക്കാറ് പോലുമില്ല. പിന്നെ ഞാൻ വല്ലപ്പോഴും വല്ല വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അത് മദ്യത്തിനെ കുറിച്ചുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞത് അതല്ല. ഈ ചെടിയും പച്ചക്കറി തൈകളും വാങ്ങാന്ന് പറഞ്ഞപ്പോ തന്റെ ഈ മുഖത്ത് കാണുന്ന സന്തോഷത്തെ കുറിച്ചാ. അതാണോ? എനിക്ക് നല്ല സന്തോഷാസ്. സാറിന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സാറിനെ അവിടെ കൊണ്ട് വിട്ടാ മതി,
ഞാൻ ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ചു പോന്നോളാം. എടോ, തന്നെ കണ്ടുമുട്ടിയതിനു ശേഷം കാണാത്ത എത്ര കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ?